കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു മാസം സ്വകാര്യം ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം യൂറോപ്പ് ട്രിപ്പിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയുള്ള മെഡിറ്റേഷനില്ല, വായനയില്ല, പത്രവായന ഒട്ടുമില്ല. പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു, പുതിയ ഫോൺ വാങ്ങിച്ചു. പക്ഷേ സ്വകാര്യം പറയാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ബ്ലാങ്ക്. ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല. ഇത്ര നാൾ ധ്യാനിച്ചു, വായിച്ചു, മെഡിറ്റേറ്റ് ചെയ്തു, ഇതൊന്നും തന്നെ ഉപകാരപ്പെടുന്നില്ല. പിന്നെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും സ്വകാര്യം ആരംഭിച്ചത്. എഴുത്തുകാരൻ ഷോക്കത്തിൻ്റെ ഒരു ടോക്ക് കേട്ടു. അദ്ദേഹം പറയുന്നത് വായനാശീലം നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്നില്ല, അത് തെറ്റുകാരനാണ്. വായനാശീലവും ചിന്താശീലവും നമ്മളെ കുറേയും കൂടി ശ്രദ്ധയുള്ളവരാക്കി മാറ്റും. ഇത് ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. എന്താ അളന്ന് കിട്ടുന്നത്? അളന്ന് കിട്ടുന്നത് അറിവാണ്. നിങ്ങൾ എത്രമാത്രം വായിക്കുന്നുവോ, എത്രമാത്രം ധ്യാനിക്കുന്നുവോ, അത്രയും നിങ്ങൾ കോൺഷ്യസ് ആവും. നിങ്ങളെക്കുറിച്ച് തന്നെ ധാരണയുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. കുറേയും കൂടി നല്ല മനുഷ്യരാകാൻ ശ്രദ്ധിക്കും. ഷോക്കത്ത് പറയുന്ന മറ്റൊരു കാര്യം, 40 വർഷം നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേച്ചു. 41-ാം വർഷം ആദ്യ ദിവസം നിങ്ങൾ പല്ല് തേക്കുന്നില്ല. നിങ്ങൾ നാറും. ഞാൻ 40 വർഷം പല്ല് തേച്ചല്ലോ എന്ന് നിങ്ങളാരും പറയാറില്ല. ഓരോ ദിവസവും പല്ല് തേച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഡെയിലി ബേസിസാണ്. എല്ലാ ദിവസവും ധ്യാനിക്കുക, വായിക്കുക. അതിന് അവധി വേണ്ട. ഈശോ പറയുന്നു, ഉള്ളവന് പിന്നെ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും.